നമസ്കാരം. വെൽക്കം ടു മൂവി ട്രിക്ക്. ദൃഢം നവാഗതനായിട്ടുള്ള മാർട്ടിൻ ജോസഫ് ഡയറക്ട് ചെയ്ത് ഷെയ്ൻ നിഗം നായകനായിട്ട് വരുന്ന പുതിയ സിനിമയാണ് ദൃഢം. ഷെയ്ൻ നിഗത്തെ കൂടാതെ പടത്തില് ശോഭി തിലകൻ, സാനിയ ഫാത്തിമ, ദിനേശ് പ്രഭാകർ, കോട്ടയം രമേശ്, നന്ദൻ ഉണ്ണി, മാത്യു വർഗീസ്, അഭിരാം രാധാകൃഷ്ണൻ, പിന്നെ അങ്കമാലി ഡയറീസ് ഫെയിം ആയിട്ടുള്ള ബിറ്റോ ഡേവിസ് മുതലായവരാണ് പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. പടം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ജോമോൻ ജോണും ലിൻഡോ ദേവസയും കൂടിയിട്ടാണ്. പടത്തിന്റെ സിനിമാറ്റോഗ്രാഫർ PM ഉണ്ണികൃഷ്ണനാണ്. മ്യൂസിക് ശ്രീരാഗ് സജിയാണ്, അതായത് ഈ ചുരുളിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ളത്. ഒരു പടത്തിന്റെ ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ, പുതിയതായിട്ട് ഫസ്റ്റ് ജോയിനി ആയിട്ട് വരുന്ന ഒരു SI ആദ്യമായിട്ട് ഒരു ഇടുക്കി റൂറൽ ഏരിയയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ വരികയാണ്. അവിടെ പോലീസുകാരുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട്, ആക്ച്വലി മൂപ്പര് വിചാരിച്ചു വരുന്നത് അവിടെ അങ്ങനെ കേസുകളൊന്നും ഇല്ല, അത് എന്ന് വെച്ചാൽ അധികം കേസുകളൊന്നും ഇല്ലാത്ത സമാധാനപരമായ ഒരു സന്ദർഭത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പുള്ളി അങ്ങോട്ട് വരുന്നത്. പക്ഷെ പുള്ളി വന്നതിന് ശേഷം അവിടെ തുടരെ കുറെ മർഡേഴ്സ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു റോബറി നടക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട് ആ ഗ്രാമത്തില്. പോരാത്തതിന് അത് വളരെയധികം മാധ്യമ ശ്രദ്ധയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇഷ്യൂസിന്റെ ഇടയിൽ പെട്ട് ഈ ഫ്രഷ് ജോയിൻ ആയിട്ട് വരുന്ന ഈ പോലീസുകാരൻ, അതായത് SI ആയിട്ടുള്ള ആള് പെട്ടുപോവുകയാണ് ഇതിൻ്റെ അകത്ത്. പിന്നീട് നടക്കുന്ന കുറച്ച് അന്വേഷണങ്ങളും ഇതിന്റെ പിന്നാലെ വരുന്ന അന്വേഷണങ്ങളും അതിനകത്ത് വരുന്ന ഈ ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന പ്രഷറും, ഈ ഒരു ഫ്രഷ് ജോയിൻ ആയതിന്റെ എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് തന്നെ ഇയാൾക്ക് നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളും ഇത് കണ്ടെത്താനായിട്ട് ഇയാൾ എടുക്കുന്ന എഫേർട്ടും, അതാണ് മെയിൻ ആയിട്ട് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഷെയ്ൻ നിഗത്തിന്റെ അഭിനയം തന്നെയാണ്. ഭൂതകാലത്തിന് ശേഷം ഇത്രയും നല്ല രീതിയിൽ, അതും ഫേസ് എക്സ്പ്രഷൻസ് ആണ് കൂടുതലും നമ്മളെ ഞെട്ടിക്കുന്നത്. ഇത്രയും ഫേസ് എക്സ്പ്രഷൻസും, അതായത് ഇയാള് ഫസ്റ്റ് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഫ്രഷ് ജോയിനി ആണല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ് പുള്ളിക്ക് നല്ല രീതിയിലുണ്ട്. അതിനുശേഷം പിന്നീട് ഈ കേസിലേക്കൊക്കെ വരുമ്പോൾ ടെൻഷനും അതിന്റെ ഒരു അതായത് ഈ ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയാ റിസൾട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രഷർ കാരണം കൊണ്ട് ഇയാൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ മൂപ്പര് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മെയിൻ ആയിട്ട് വരുന്നത് ഈ പോലീസുകാരാണ്, ഈ സ്റ്റേഷനിലുള്ള ബാക്കി പോലീസുകാർ. അവരൊക്കെ തന്നെ നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നാട്ടുകാർ ആസ് യൂഷ്വൽ നോർമലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് പടത്തിന്റെ ഡയറക്ഷൻ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫിയും എടുത്തു പറയണം, മ്യൂസിക്കും എടുത്തു പറയാനുണ്ട്. കാരണം സ്റ്റാർട്ടിങ് തന്നെ എന്താ പറയാ, ഒരു സ്ലോ മോഡിലാണ് തുടങ്ങുന്നത്. ഇതൊരു ക്രൈം ത്രില്ലറാണ്. പക്ഷെ എന്നാൽ വലിയൊരു ക്രൈം ത്രില്ലർ എന്നൊരു രീതിയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഡീസന്റ് വാച്ച് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈ പടം. കാരണമുണ്ട്, ഇതൊരു സ്ലോ പേസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് കുറച്ച് ഇന്റൻസ് കൂട്ടി ഇവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ക്ഷമ ഈ പടത്തിന് വേണം. കാരണം കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഒരു ലാസ്റ്റോടെ എത്തുമ്പോഴാണ് ഒരു സംഭവം അവർ ചെയ്യുന്നുണ്ട്. ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഒരു ഹാഫ് ആൻ അവർ അത് ഈ പടത്തിന്റെ എന്താ പറയാ ഗതിയെ തന്നെ തിരിച്ചു കളയുന്നുണ്ട്. കാരണം അതിനകത്ത് വരുന്ന ഒരു സംഭവം അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് കാണിച്ചിട്ടുമുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഷെയ്നൊക്കെ അതിനകത്ത് അടിപൊളിയായിട്ടുണ്ട്. അതായത് ആ ഒരു ഹാഫ് ആൻ അവർ ആണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ആസ് യൂഷ്വൽ ഒരു നോർമൽ ക്രൈം ത്രില്ലറിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിന്റെ ഡയലോഗ് ഡെലിവറി കുറച്ച് അച്ചടി ഭാഷ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതൊരു ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് കുറച്ച് ക്ഷമ വേണം. കാരണം ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇന്റൻസ് ഒരു നോർമൽ പേസിൽ വന്നാലും ഇന്റർവെല്ലിൽ ഒരു ഇന്റൻസിലാണ് നിർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഇന്റർവെല്ല് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ചും കൂടി ഒരു പേസ് കൂടുന്നത്. പേസ് കൂടിയില്ല, അപ്പോഴും നോർമൽ ഇതിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒരു ലാസ്റ്റ് ഹാഫ് ആൻ അവറിൽ ഉൾട്ടടിക്കും.
ഉൾട്ട അടിച്ചിട്ട് ഫും എന്ന് പറഞ്ഞ ഒറ്റ കയറ്റമാണ് പടം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഗുഡ് ക്രൈം ത്രില്ലർ, ഒരു മസ്റ്റ് വാച്ച് അല്ല, ഒരു ഡീസന്റ് വാച്ചാണ് പടം. അതൊരു നല്ലൊരു ഡീസന്റ് വാച്ചാണ്. ഇന്റൻസ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് വാച്ച്, ഗുഡ് ഡീസന്റ് വാച്ച്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നവാഗതനായിട്ടുള്ള സംവിധായകനാണ്, പക്ഷെ അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ ജോസഫ് നല്ല വൃത്തിയായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് പോരായ്മകളുണ്ട്, ഇല്ലെന്നല്ല. അതിന്റെ ഒരു സ്ലോ പേസ് അതുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമുക്കതൊരു ഡീസന്റ് വാച്ച് ആയിട്ടാണ് തോന്നുന്നത്. നല്ലൊരു ഗുഡ് വാച്ച് ആയിരുന്നു ഈ സിനിമ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ ഈ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.